പോളിടെക്നിക് കോഴ്സ്, ബിടെക് കോഴ്സ് എങ്ങനെയാണ് അഡ്മിഷൻ, ഏതാണ് നല്ലത്? നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു പോളിടെക്നിക് കോഴ്സിന് അഡ്മിഷൻ കിട്ടാൻ നമുക്ക് 10th മതി ക്വാളിഫിക്കേഷൻ. പക്ഷേ ബിടെക്കിന് അഡ്മിഷൻ കിട്ടാനോ +2 ആണ് ക്വാളിഫിക്കേഷൻ. ഇപ്പോൾ ധാരാളം വിദ്യാർത്ഥികളുടെ ഒരു സംശയമാണ്, ഞാൻ +2 കഴിഞ്ഞിട്ട് പോളിടെക്നിക് കോഴ്സിന് പോയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ശരിക്കും അതിൻ്റെ ആവശ്യമില്ല. 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികളാണ് പോളിടെക്നിക് പഠിക്കേണ്ടത്. പോളിടെക്നിക് കഴിഞ്ഞതിന് ശേഷം ബിടെക് എടുക്കണമെങ്കിൽ നമുക്കൊരു ലാറ്ററൽ എൻട്രി ടെസ്റ്റ് എഴുതിയതിന് ശേഷം ബിടെക് കോഴ്സ് പഠിക്കാം. അപ്പോൾ +2ൻ്റെ ആവശ്യമില്ല. അതായത് 3 വർഷം പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സും അതിനുശേഷം ലാറ്ററൽ എൻട്രി വഴി 3 വർഷം ബിടെക്കും 6 വർഷം കൊണ്ട് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു. പക്ഷേ നല്ല മെത്തേഡ് 10ാം ക്ലാസ്സിന് ശേഷം +2 കഴിയുക, +2 കഴിഞ്ഞതിന് ശേഷം 4 വർഷം കൊണ്ട് നമുക്ക് ബിടെക് കംപ്ലീറ്റ് ചെയ്യാം. 2 വർഷം +2വും 4 വർഷം ബിടെക്കും 6 വർഷം. +2 ക്വാളിഫിക്കേഷനാണ് ഇപ്പോൾ എല്ലാ പരീക്ഷകളുടെയും എല്ലാ യോഗ്യതയും മിനിമം ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ +2 കഴിഞ്ഞതിന് ശേഷം പിന്നെ പോളിടെക്നിക് പഠിച്ച് പിന്നെ ബിടെക്കിന് പോവുക എന്നതിനേക്കാൾ നല്ലത് +2 കഴിയുന്ന വിദ്യാർത്ഥികൾ എപ്പോഴും ഡയറക്റ്റ് ബിടെക് കോഴ്സുകൾ പ്രിഫർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സ്റ്റഡി വെൽ, എൻജോയ് യുവർ ഫ്യൂച്ചർ. ഓൾ ദ ബെസ്റ്റ്.